അപ്പോൾ പുറത്ത് പോകാൻ റെഡി ആയാലും അപ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ട് ജോലി ഉണ്ടായ സമയത്ത് മേടിച്ചത് ഡ്രസ്സാണ്. അപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ ചെയ്യാവേ മേക്കപ്പ്. എന്നിട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നത് മാമാർത്തിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് കുളി കഴിഞ്ഞിട്ട് വരുമ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ അപ്ലൈ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഇതാക്കിയെടുത്തു. പിന്നെ ഇപ്പോൾ ചൂടല്ല, അപ്പോഴത്തെ സൺസ്ക്രീം ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും ഗബ്രൂട്ടൻ ഭയങ്കര സീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൗഡർ ഇടുന്നത് കണ്ടപ്പോഴത്തേനും എൻചാൻറ്റിൻ്റെ പൗഡറാണ് ഇടുന്നത്. പൗഡർ ഇട്ടപ്പോഴത്തേനും ഗബ്രൂട്ട് പൗഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ കയ്യിൽ ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞാൻ പൗഡർ ഇടുന്നിട്ട് ഞാൻ തൂത്ത് കളയും. എന്നെപ്പോലെ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എനിക്ക് കമൻറ്റ് ചെയ്യണേ. പിന്നെ അവിടെ നിന്ന് ഗബ്രൂട്ടൻ ഈ തുണി കൊടുക്കാത്തത് കൊണ്ട് വേറൊരു തുണി എടുത്തിട്ട് വന്നു കേട്ടോ എടുക്കാനായിട്ട് പൗഡർ. പിന്നെ ഞാൻ പുരികം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മിറർ എടുത്തിട്ടുണ്ട്. എനിക്ക് അല്ലാതെ ഫോണിൽ നോക്കി എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെനിക്ക് ആര്യ തന്ന കേട്ടോ ഈ ഒരു മിറർ. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഞാൻ പുരികം ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആക്കി ഒന്ന് ഷേപ്പാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു മുന അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മുനയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ പുരികം നല്ലൊരു കട്ടിയിൽ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുപോലെ തന്നെ അപ്പുറത്തെ പുരികം കൂടെ ഞാൻ ഷേപ്പാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ മറ്റേ പുരികം ഒന്ന്. ഇനി അതുപോലെ അപ്പുറത്തേയും കൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ദാണ്ട അതുപോലെ അപ്പുറത്തേയും ചെയ്തെടുത്തിട്ടുണ്ട്. ഗബ്രൂട്ടനാണ് പുറകിൽ ക്രിസ്റ്റീന ഒരുക്കും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കണ്ണ് എഴുതാൻ വേണ്ടിയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പെന്ന് വെച്ചിട്ട് ഞാൻ കണ്ണ് എഴുതുന്നത്. അപ്പോൾ ഇതാ കണ്ണ് നല്ല രീതിക്ക് അതായത് വാട്ടർ ലൈനും അതും കൂടെയാണ് എഴുതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അടിയിലും നല്ല രീതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇച്ചിരി കളർ കൂടിയും കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ഡാർക്കായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ കണ്ണെഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കമൻസിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് കണ്ണ് സൂപ്പറാണ്. പണ്ട് ഇതിലും നല്ല ഉഴുത്ത കണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ ചുറ്റും എഴുതുമായിരുന്നു. അപ്പോൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ വെച്ചിട്ട് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഓണാക്കാൻ മറന്നു. ഒരു കണ്ണ് എഴുതി കഴിഞ്ഞപ്പോൾ ഓർത്ത് വീഡിയോ ഓണാക്കിയിരുന്നു. അപ്പോൾ അത് അടുത്ത കണ്ണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച് കണ്ണ് എഴുതുന്ന വീഡിയോ ഇടാവുമെന്ന്. അപ്പോൾ ഞാനത് ഡാസ്ലറിൻ്റെ ഐടെക്സ് ഡാസ്ലറിൻ്റെ ഇതാട്ടോ വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കണ്ണെഴുതാറുള്ളത്. എന്നുവെച്ചാൽ അറ്റത്തുനിന്ന് ജസ്റ്റ് ഒരു വാല് പോലെ ഇട്ടിട്ട് അവിടെ നിന്ന് മേളിലോട്ട് എഴുതിയിട്ട് അതായത് വാൽ ഭാഗത്ത് കുറച്ച് തിക്കായിട്ട് എഴുതിയിട്ട് ഇപ്പുറത്തെ ആ ഒരു സൈഡില്ലേ അവിടെ നിന്ന് കുറച്ച് കനം കുറച്ച് എഴുതുക. പുറകിൽ കിടന്ന് രണ്ടുപേരും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. ഞാൻ എവിടെയോ പോകുകയെന്ന് ഗബ്രൂട്ടന് മനസ്സിലായി. അതുകൊണ്ട് ഗബ്രൂട്ടൻ എൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല. അപ്പോൾ ആ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് മോൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ കണ്ണെഴുതി. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വാല് ഇടണമെന്ന് തോന്നിയപ്പോൾ ഒന്നുകൂടെ വാലൊന്ന് ഇട്ടിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തേതും എഴുതാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ ഇച്ചിരി വാല് കുറഞ്ഞു പോയാൽ തോന്നി കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് എഴുതി സെറ്റാക്കി. പിന്നെ ഞാൻ ആ ഒരു നമ്മുടെ ഐബ്രോ ഏരിയ ഒരു ബ്രഷില്ലേ അത് വെച്ചിട്ട് തന്നെ ഞാൻ ആ ഒരു കൺപീലിയും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എഴുതിയല്ല, ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസ്കാര ആയിട്ടൊന്നുമല്ല, അതായത് ആ ഐലൈനർ എഴുതിയപ്പോൾ ഇത് നമ്മുടെ കൺപീലിയെ പറ്റിയിട്ടുണ്ടായിരിക്കുമല്ലോ, അതൊന്നും മാറ്റി കൊടുത്തു. ഇനി ഞാൻ പൊട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ബ്ലാക്ക് പൊട്ടിനോടാട്ടോ ഇഷ്ടം. എനിക്ക് നീളത്തിലുള്ള പൊട്ട് തൊടുന്ന ഇഷ്ടമല്ല. അപ്പോൾ അത് പൊട്ട് തൊട്ടു. പിന്നെ മാമാർത്തിൻ്റെ തന്നെ ഇട്ടുള്ളൊരു ബീട്രൂട്ട് ഇതിൻ്റെ ഇത് വരുന്നൊരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അത് സത്യത്തിൽ ഈ ലിപ് ബാം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ലിപ് ബാമിൻ്റെ കാര്യം ഓർത്തത്. പിന്നീട് ഞാൻ അതും കൂടെ ലേശം ഇട്ടു കേട്ടോ. പക്ഷേ ഓവർ കളറായിട്ടൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇന്ന് ലിപ് ബാം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ അത് വെച്ചാൽ നമുക്കിത് അത്യാവശ്യം നല്ലൊരു ഒരു ഗ്ലേസ്നെസ് നമുക്ക് തോന്നുന്നുണ്ട്. കണ്ട നല്ല രീതിയിലൊരു തിളക്കം തോന്നുന്നുണ്ട് ലിപ്പിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ലിപ്സ്റ്റിക്കൊന്നും അപ്ലൈ ചെയ്തില്ല. ഇത് പക്ഷേ ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് ഞാൻ ലിപ്പിലിടാനല്ല, ജസ്റ്റ് കുങ്കുമത്തിന് വേണ്ടിയിട്ട് എടുത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുങ്കുമം ചാർത്തുന്നത്. അപ്പം ചില സമയത്ത് എൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ ചിലപ്പോൾ വലുതാക്കി തൊടാനായിരിക്കും, ചിലപ്പോൾ ചെറുതാക്കി തൊടാനായിരിക്കും. അപ്പോൾ ഞാൻ അത് കൂട്ടി കുറച്ച് വിരലിലെടുത്തിട്ട്, എനിക്ക് കൈ അധികം അങ്ങനെ പൊക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കിലോട്ട് ആഞ്ഞിട്ടാട്ടോ ഇത് തൊടുന്നത്.
ഇങ്ങനെ കുറച്ചൊന്നാക്കി കൊടുത്തു. ഇപ്പോൾ കണ്ണിൻ്റെ മേളിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് അധികം നോക്കാനും പറ്റത്തില്ല, കൈ അധികം പൊക്കാനും പറ്റത്തില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ അത്യാവശ്യം ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു രീതിയിൽ തൊട്ടിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വാസ്ലിന് കയ്യിലും തേക്കാമെന്ന് വെച്ച്. കാലിൽ ഓൾറെഡി എനിക്ക് തേച്ചിട്ടുണ്ട്, പിന്നെ കയ്യിലും കൂടെ കുറച്ച് തേക്കാമെന്ന് വെച്ചു. ഭയങ്കര ഡ്രൈ സ്കിന്നല്ലേ എൻ്റെ, അപ്പം പുറത്തോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടടിച്ചൊരു മാതിരിയാണ്. ഇതാകുമ്പോഴത്തേനും കുറച്ച് ഓയിലി ആയിട്ട് നിൽക്കുമല്ലോ. മോയ്സ്ചറൈസിങ്ങിൻ്റെ മറ്റേ ബോഡി ലോഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് വാസ്ലിനാട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് അത് ഞാൻ കയ്യിലെല്ലാം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പം ഞാൻ വാച്ച് കെട്ടാനുള്ളത് കൊണ്ട് ഒരു വളയെടുത്ത് ഇപ്പുറത്തെ കയ്യിലോട്ട് അങ്ങനെ ഇട്ടു കേട്ടോ. ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താ, മോതിരമാണേ. സ്വർണ്ണമോതിരമൊന്നും അല്ല കേട്ടോ, അല്ലാതെ ഗ്യാരണ്ടിയുടെ മേടിച്ചു. അപ്പം ഞാനത് വീഡിയോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴല്ല പുറത്ത് പോകുമ്പോഴേ എടുത്തുള്ളേ. ഇത് പുതിയതായിട്ട് മേടിച്ച വാച്ചാട്ടോ. ഇത് ആദ്യമായിട്ടാണ് കെട്ടുന്നത്. പക്ഷേ എൻ്റെ ഫ്രണ്ട് വെച്ചില്ല ഗ്രൗണ്ടിലിരിക്കുന്നത്. ഇത് കുറച്ച് വലുതായിപ്പോയി, ഒരുപാട് തേഞ്ഞിട്ട് കേട്ടോ ഇത് കിട്ടിയത്. അപ്പോൾ എനിക്കിത് ടൈറ്റ് ആക്കണമെങ്കിൽ ജസ്റ്റ് കടിച്ച് പിടിക്കേണ്ട വന്നിട്ടുണ്ട്, അല്ലാതെ എനിക്ക് ബലം പിടിച്ച് കെട്ടാൻ പറ്റത്തില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഹോളിട്ടത്, ആ ഒരു അതിലുള്ള ഹോളൊന്നും എനിക്ക് കറക്റ്റ് അല്ല. ഇപ്പോൾ ഒരുപാട് ക്ഷീണിച്ചു പോയില്ലേ, അപ്പം വേറെ 2 ഹോൾ ഇടേണ്ടി വന്നില്ല. രണ്ടാമത്തെ ഹോളിലാണ് എനിക്ക് കറക്റ്റായത്. വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്ത് പോകുമ്പോൾ. അത് കുറച്ച് വലുതായി പോയതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം. ആ ഹെയർ ചെയ്യുന്ന സമയത്ത് ആണ് ഓർത്തത് കമ്മലിട്ടില്ലല്ലോ എന്ന്. പിന്നെ ആ ഇട്ട കമ്മൽ മാറ്റിയിട്ട് കമ്മലിടുക. അപ്പം മോള് പറഞ്ഞ് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞ് അവളെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ കണ്ടില്ലേലും മൈലാഞ്ചി കൈകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പം അവൾ കമ്മലിട്ട് തന്നിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെ പണ്ട് മേടിച്ച് കമ്മലാണ്. അത് കഴിഞ്ഞിട്ടും ഹെയറും ജസ്റ്റ് ഒന്ന് ഈരിയിട്ടപ്പോൾ ഓർത്തത് ഇത് നമ്മുടെ അണ്ടർ ആംസിൽ തേക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതും തേച്ചു. എന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ പെർഫ്യൂമില്ലേ, ആ പെർഫ്യൂമും ജസ്റ്റ് ഒന്ന് അടിച്ചു. ആ സമയം കൊണ്ട് മുടി ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ക്ലിപ്പ് വെച്ചൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പെർഫ്യൂം മേടിച്ച് നല്ല മണമായിരുന്നു, നല്ല സിമ്പിളായിട്ടുള്ള മണമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു